വിശ്വസിക്കില്ലെന്നോ? അപ്പോൾ ആദിക്കറിയില്ല ഇത് പാറോള പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന്. ഞാൻ പറഞ്ഞത് 100% സത്യമാണ്. അത് കൺഫേം ചെയ്തത് ഞാനാണ്. ആ കുട്ടി കുറച്ച് വീക്കായിരുന്നു, എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നി. നന്നായി ഫുഡ് കഴിക്കണമെന്നും റെസ്റ്റ് എടുക്കണമെന്നും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ പിന്നെ പാറോള അങ്ങോട്ട് വന്നില്ല. വേറെ ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കുമെന്ന് ഞാൻ കരുതി. ഹസ്ബൻഡ് ജോലി സംബന്ധമായി പുറത്തു പോയിരിക്കുകയാണ് എന്നാണ് ആ കുട്ടീനോട് പറഞ്ഞു തോർക്കുന്നു. വന്നിട്ട് വേണം അറിയിക്കാനെന്നും. പക്ഷേ ആദ്യം ഇതുവരെ ഇതറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ. ആദ്യപ്പെട്ടൻ തൻ്റെ കൈകളാൽ മുഖം പൊത്തി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്രാണന്റെ പാതിയായിരുന്ന ഒരുവളുടെ ആർദ്രമായ സ്വരം അവൻ്റെ നെഞ്ചി കുത്തിക്കീറുന്ന വിധത്തിൽ ചുറ്റും മുഴങ്ങി. ആദ്യ അലൻ്റെ കൂടെ ഹോസ്പിറ്റലിലെ പ്രൈവറ്റ് റൂമിലായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് അവൻ്റെ കണ്ണുകൾ വീർത്തിരുന്നു. എല്ലാം തകർന്ന പോലെ ടേബിൾ ശിരസമർത്തി കിടക്കുന്ന ആദിയെ അലൻ നിസ്സഹായതയോടെ നോക്കി. മതി ആദി ഇങ്ങനെ വിഷമിച്ചത്. നീ ഒന്ന് എഴുന്നേറ്റിരുന്നേ. നിനക്ക് എന്നോടിതൊന്നും പറയാമായിരുന്നല്ലേ അല്ലു. എൻ്റെ പാറുകുട്ടി, അവൾ എത്രമാത്രം വിഷമിച്ചു കാണും. എൻ്റെ കുഞ്ഞ്, എന്തൊരു പാപിയായിപ്പോയി ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ആദിയുടെ മിഴികൾ വീണ്ടും നിറഞ്ഞൊഴുകി. എടാ, സാഹചര്യം അങ്ങനെയായിരുന്നു. ഇതൊന്നും നിന്നോട് പറയരുതെന്ന് ആ കൊച്ചിനോട് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല കുഞ്ഞ് അബോട്ട് ആയതിനു ശേഷം അവൾ ആകെ തകർന്നു പോയിരുന്നു. ആദ്യ നേരത്തിന് ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും കരഞ്ഞ് കരഞ്ഞ് ആ കൊച്ചു നരകയാതന അനുഭവിക്കുകയായിരുന്നു. ഞാനിതെല്ലാം അറിഞ്ഞത് അവൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ പിറ്റേന്നാണ്. സൂയിസൈഡോ? ആദ്യം ഞെട്ടിപ്പോയി. അവൻ്റെ നെഞ്ചി വിറച്ചു. അതെ, ഷീ ട്രൈ ടു കമ്മിറ്റ് സൂയിസൈഡ്. കുഞ്ഞു പോയതാൽ അവൾ കരകയറാൻ പറ്റാത്ത ഡിപ്രഷനിലായി ആദി. സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. ഒരു ദിവസം അവൾ സൂയിസൈഡിന് ശ്രമിച്ചു. ആദിക്ക് സ്വന്തം കണ്ണുനീർ തടുത്തു നിർത്താനായില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ എന്നോർത്തവൻ നടുങ്ങി. കുറേ നേരം ആദ്യം അനക്കം പറ്റിയിരുന്നു. ഒരു ധൈര്യത്തിനായി അവൻ അലൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എടാ, അവൾ വീണത് കൊണ്ടാണ് കുഞ്ഞു പോയതെന്ന് പറഞ്ഞല്ലോ. അത് സ്വാഭാവികമായി വീഴ്ചയായിരുന്നോ? അല്ലെങ്കിൽ അവൾ ആരെങ്കിലും അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണോ? ഇനി പിഷാരടി അമ്മാവൻ്റെ ഭാര്യ എങ്ങാനും. അവൻ്റെ ശബ്ദം ഇടറി. അലൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പ്രഗ്നൻ്റ് ആയിരിക്കെ ആ കൊച്ചിന് നീ കാരണം ആദ്യത്തെ ഷോക്ക് കിട്ടി. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നീ അതിനെ ഉപേക്ഷിച്ചു എന്ന് തന്നെ അവൾ വിചാരിച്ചു. പിന്നെ അധികം വൈകാതെ രണ്ടാമത്തെ ഷോക്കും കിട്ടി. രണ്ടാമത്തെ ഷോക്ക്? അതെ, അത് കൊടുത്തത് നിരഞ്ജൻ്റെ മകളാണ്, അപ്സര. അപ്സരയോ? ആദി ഞെട്ടലോടെ നോക്കി. അതേടാ, അവളൊരു ദിവസം പാറോണ കൊച്ചിനെ കാണാൻ ചെന്നിരുന്നു. നീയും അവളും റിലേഷനിലാണെന്നും നിനക്ക് അവളുമായി ബന്ധമുള്ളത് കൊണ്ടാണ് നീ അവളെ ഉപേക്ഷിച്ചതെന്നും അവർ പാർവനോട് പറഞ്ഞു. നോ! ആദി ഒരലർച്ചയായിരുന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്നു. ഇമോഷണലായിട്ട് കാര്യമൊന്നുമില്ല. നീ ആ കൊച്ചിനെ ഇറക്കി വിട്ട ദിവസം തന്നെ നിന്റെ മുത്തശ്ശി എന്ന വിഷപ്പാമ്പ് അപ്സരയുടെ കാര്യം പറഞ്ഞ് അതിനെ മുറിവേൽപ്പിച്ചിരുന്നു. മാത്രമല്ല, നിങ്ങളുടെ പഴയ കൊട്ടാരത്തിലേക്ക് നീ ഈ അപ്സരയെ തട്ടിക്കൊണ്ടുപോയില്ലേ? അതിന്? എടാ, അപ്സരയും നീയും ഒരുമിച്ച് ആ പഴയ കൊട്ടാരത്തിൽ ഒരു രാത്രി പോയിട്ടുണ്ടോ എന്ന് എന്നോട് ആ കൊച്ചു ചോദിച്ചു. സത്യത്തിൽ ഞാനൊക്കെ വല്ലാതായി പോയി. എന്താ അങ്ങനെ ചോദിക്കാനെന്ന് സംശയം പ്രകടിപ്പിച്ചപ്പോൾ അവൾ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ സംശയം നിരഞ്ജൻ അടിയോട് പറഞ്ഞ നുണ തന്നെ അപ്സര കൊച്ചിനോടും പറഞ്ഞു കാണുമെന്നാ. അത് തകർന്നു പോകാൻ വേറെ കാരണം വല്ലതും വേണോ? അപ്സരയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് നീ പാർവണയെ ഉപേക്ഷിച്ചതെന്ന് അപ്സര ഉറപ്പായും പറഞ്ഞു കാണും. നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായെന്നും. അലന് ആദിയുടെ മുഖത്ത് നോക്കിയപ്പോൾ സങ്കടം മാത്രം തോന്നി. അവനാകെ തകർന്നിരുന്നു. അവളെന്തിനാണ് അത് വിശ്വസിച്ചത്? അവൾക്കെന്നെ അറിയില്ലേ? ആദി ജീവനറ്റ കണ്ണുകളോടെ അലനെ നോക്കി. അലൻ അവൻ്റെ ശിരസിൽ തലോടി. ഒരു മനുഷ്യന് സഹിക്കാനാവുന്ന വേദനയ്ക്കൊരു പരിധിയുണ്ട് മോനെ. അത് കഴിഞ്ഞാൽ അവരുടെ സമനില തെറ്റിപ്പോവും. ഇവിടെ പാറണ കൊച്ച് നിന്നെ എത്രയ്ക്ക് വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞാലും ഒരു ദിവസം കൊണ്ട് നീ അതിൻ്റെ മുന്നിൽ മറ്റൊരാളായി തീർന്നു. സ്വന്തം പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തപ്പോൾ ആ പെൺകൊച്ചിൻ്റെ വേദനയെക്കുറിച്ചും നീ ചിന്തിച്ചില്ല. നീ അവൾക്ക് വേണ്ടി ചെയ്തതെല്ലാം അവൾ അറിയാതെയായിരുന്നു. അല്ലെങ്കിൽ ഉപേക്ഷിച്ച ശേഷം നീ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചതൊന്നും അവളെ തെല്ലും സ്പർശിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് അവളെ കുറ്റപ്പെടുത്താൻ എങ്ങനെ കഴിയും? നീ പറയുന്നത് ശരിയാണല്ലോ. ആ സമയത്ത് എനിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു. പൊന്നുവിനെ നഷ്ടപ്പെടുമോ എന്ന ഭീതിയായിരുന്നു എനിക്ക്. സ്വന്തം അമ്മ ആവശ്യപ്പെട്ടാൽ അവളെ കൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. അത് അവളെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ ഞാനാകെ തകർന്നു പോയി. ഞാനല്ല അവളുടെ ഏട്ടനെന്ന് അവൾ അറിയുന്നത് എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു. അതിനിടയിൽ പാർവണിയുടെ വേദനകളൊന്നും തന്നെ ഞാൻ കണ്ടില്ല. അത് സത്യമാണ്. അവൾ വേദനിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത് അവളെ കുറച്ചുനാൾ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് മാത്രമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞിട്ട് അവളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതോടെ അവളുടെ മനസ്സിൽ എന്നേക്കുമായി എനിക്ക് സ്ഥാനമില്ലാതെ ആകുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അല്ലു, ഞാനൊരു കാര്യം പറയട്ടെ? ആദ്യം അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ്റെ മുഖത്ത് നിഷ്കളങ്കമായ ഭാവം കണ്ടപ്പോൾ അലന് തൻ്റെ മുന്നിലിരിക്കുന്നത് ഒരു ചെറിയ കുഞ്ഞാണെന്ന് തോന്നി. പൊന്നുവിൻ്റെ അമ്മയോട് ഞാൻ വിവാഹം കഴിക്കില്ലെന്ന്, അഥവാ വിവാഹം കഴിച്ചാൽ തന്നെ ഭാര്യയെ ഉപേക്ഷിച്ചോളാം എന്നും വാക്ക് കൊടുത്തത് ഏത് പ്രായത്തിലാണെന്ന് എനിക്കറിയാമല്ലോ. അന്ന് എനിക്ക് 16-17 വയസ്സേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഗൗരവമൊന്നും അത്ര കണ്ട് എനിക്കറിയില്ലായിരുന്നു. മുന്നിൽ എൻ്റെ അച്ഛൻ്റെയും പിന്നെ അതുവരെ അനിയത്തിയെ കണ്ട് സ്നേഹിച്ച ഒരു ചെറിയ പെൺകുഞ്ഞിൻ്റെയും മുഖവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത്. പിന്നീടുള്ള എൻ്റെ ജീവിതവും എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കലും എന്നെ ന്യായീകരിക്കുകയല്ല. പക്ഷേ എൻ്റെ നിസ്സഹായതയാണിത്.
നിന്നോടല്ലാതെ ഇത് എനിക്ക് ആരോട് പറയാൻ പറ്റില്ല. എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന ഓർമ്മകളിൽ നിന്നൊക്കെ രക്ഷപ്പെടണമായിരുന്നു. ചെറുപ്പം മുതൽ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മോചനം വേണമായിരുന്നു. അതുകൊണ്ടാണ് മദ്യത്തിലും സ്ത്രീകളിലും അഭയം തേടിയത്. അതൊക്കെ വലിയ തെറ്റായിരുന്നെന്ന് പാവണയെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അല്ലു, ഇനി വിവാഹം കഴിക്കില്ല എന്ന് വാക്ക് കൊടുക്കുമ്പോഴും പിന്നീട് ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോഴും എനിക്കറിയില്ലായിരുന്നു അവളെപ്പോലെ ഒരു നല്ല പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന്. അവൾ എന്നെ അത്രയും സ്നേഹിക്കുമെന്ന്, ഞാനും അവളെ ഒരുപാട് സ്നേഹിക്കുമെന്ന്, അവളുടെ സ്നേഹത്തിൽ ഞാൻ അഡിക്റ്റായി പോകുമെന്ന്, പിന്നീട് ഒരു ദിവസം അവളോട് എനിക്ക് ഇങ്ങനെ ഒരു ക്രൂരത പ്രവർത്തിക്കേണ്ടി വരുമെന്ന് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു അല്ലു. സങ്കടം വന്നിട്ട് ആദിയുടെ അവസാനത്തെ വാക്കുകൾ ഇടറിപ്പോയി. അവൻ പെട്ടെന്ന് അലനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ വയറിലേക്ക് ശിരസ് ചേർത്ത് ഏങ്ങലടിച്ച് കരഞ്ഞു. ആദിയുടെ വേദന കണ്ട് അലൻ വല്ലാതെ പതറിപ്പോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പക്ഷേ അവൻ ആദിയെ തടഞ്ഞില്ല. കരയട്ടെ, കരഞ്ഞൊന്ന് അവൻ്റെ മനസ്സ് തണുക്കട്ടെ. നിമിഷങ്ങൾ നിശബ്ദമായി കടന്നുപോയി. ഏറെ നേരം കഴിഞ്ഞാണ് ആദി മുഖമുയർത്തിയത്. ഞാൻ പെട്ടെന്ന് ചെറിയ പ്രശ്നത്തിലൊന്നും ആയിരുന്നില്ല ആദി. നിരഞ്ജൻ അടികയെ ഒതുക്കുക എന്നത് ചെറിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല. നിനക്കറിയാമല്ലോ, ഞാൻ ഒരുപാട് അതിൻ്റെ പിറകെ നടന്നിട്ടുണ്ട്. പാറക്കുട്ടി എൻ്റെ അടുത്ത് നിന്ന് പോയതിനു ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. രുചിയോടെ ഒരിറ്റ് ഭക്ഷണം കഴിച്ചിട്ടില്ല. എല്ലാം മറന്നൊന്നും ഉറങ്ങിയിട്ടില്ല. ഇന്ന് ആ പെൺകുട്ടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ എത്ര വലിയ തെറ്റാണ് അവളോട് ചെയ്തതെന്ന്. ഒരിക്കലും അവളെ തിരിച്ചു കിട്ടില്ല എന്ന് അറിയുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോവുകയാണല്ലോ. പിന്നെ അപ്സരയും നിരഞ്ജനും, സത്യം പറഞ്ഞാൽ അയാളെ കൊല്ലാനുള്ള പക എനിക്കുണ്ട്. ഇതെല്ലാം കേട്ടില്ല അവളെ വലിച്ചു കീറാനാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ത്രീയോട് ഒരിക്കലും മോശമായി പെരുമാറരുതെന്നാണ് അമ്മയും അച്ഛനും എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ പാറക്കുട്ടിയോട് ഇത്രയും ദ്രോഹം ചെയ്ത, ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്ന അവളെ കഴുത്ത് നെരിച്ച് കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷേ അവൾ പാതി ചത്തു പോയില്ലേ. അയാളും ഏകദേശം ജീവശവം പോലെ ആയില്ലേ. അവരോടൊക്കെ ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്? ക്ഷോഭം കൊണ്ട് ആദിയുടെ സ്വരം വിറച്ചു. കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഞാൻ സത്യമായി പറയുകയാണല്ലോ, ഇങ്ങനൊരു കാര്യമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ലോകം മുഴുവൻ കാൽക്കീഴിൽ വെക്കാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അവളെ ഉപേക്ഷിക്കില്ലായിരുന്നു. എല്ലാവരും കരുതുന്നത് പോലെ ഞാൻ സ്വാർത്ഥത കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ എനിക്ക് അപ്സരയെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നല്ലോ. പാർവണ എന്നിലേക്ക് വന്നതിന് ശേഷം മറ്റൊരു പെണ്ണെൻ്റെ ചിന്തകളിൽ പോലുമില്ല. ആദിയുടെ കണ്ണീർ കണ്ട് അലൻ്റെ നെഞ്ചി കലങ്ങി. മതി മോനെ കരഞ്ഞത്. എനിക്ക് നിന്നെ മനസ്സിലാവുമെടാ. സാരമില്ല, ഒന്നും സാരമില്ല, എല്ലാം ശരിയാവും. അലൻ ആദിയെ തഴുകിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ കണ്ണുകളും വല്ലാതെ നിറഞ്ഞിരുന്നു. ഒന്നും ശരിയാവാൻ പോകുന്നില്ലല്ലോ. ഇതുവരെ ഞാൻ ജീവിതത്തിൽ മനസ്സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അവൾ ജീവിതത്തിലേക്ക് വന്ന കുറച്ച് നാളുകൾ മാത്രമാണ് ഞാൻ സ്വയം മറന്നും സന്തോഷിച്ചത്. അത് നീണ്ടു നിൽക്കാൻ വിധി അനുവദിച്ചതുമില്ല. അവൻ കണ്ണുകൾ തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് എൻ്റെ പാറുക്കുട്ടി ഒന്ന് കാണണമല്ലോ. മുന്നിൽ ചെല്ലരുതെന്നും വെറുപ്പാണെന്നും അവൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവളെ കാണണം. ഇനി എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ചെയ്ത തെറ്റിനെല്ലാം ഒരിക്കൽ കൂടി ആ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് നോക്കാം. ഒന്നുമില്ലെങ്കിലും ഒന്ന് കാണുകയെങ്കിലും ചെയ്യാമല്ലോ. അവൾ എൻ്റെ അടുത്ത് ഇല്ലാതിരുന്ന നാളുകൾ ഞാൻ സന്തോഷിച്ച് ജീവിക്കുകയായിരുന്നില്ലല്ലോ. നിനക്കറിയാലോ, അവൾ ഉടുത്തിരുന്ന ഒരു സാരിയും കെട്ടിപ്പിടിച്ചാണ് ഞാനെന്ന് ഉറങ്ങാൻ കിടന്നിരുന്നത്. അവൾ പോയിട്ടും എനിക്ക് ചുറ്റുമെന്നും അവളുടെ ചിരിയും ഗന്ധവുമായിരുന്നു. അവളിലേക്ക് എത്താൻ എൻ്റെ മനസ്സ് അക്ഷമ പ്രകടിപ്പിക്കുമ്പോൾ ഒക്കെ എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് തീർക്കണം, എന്നിട്ട് അവളുടെ അടുത്തേക്ക് പോകാം എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കും. പക്ഷേ ഇപ്പോൾ എല്ലാം പൂർത്തിയായി. ആദ്യ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. നിനക്ക് പാർവണ കൊച്ചിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ പോയി കണ്ടോ ആദി. അങ്ങനെയെങ്കിൽ നിനക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ. അവൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് പിന്നത്തെ കാര്യമല്ലേ. ഞാൻ സംസാരിക്കണോ ആ കൊച്ചിനോട്? വേണ്ടല്ലോ. മുൻകൂട്ടി പറഞ്ഞാൽ ചിലപ്പോൾ അവൾ എന്നെ കാണാൻ കൂട്ടാക്കിയില്ലെന്ന് വരില്ല. എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ. നീ പോയി കണ്ട് സംസാരിക്കുക. നിന്റെ ഭാഗവും അവൾ അറിയണ്ടേ. പിന്നെ ആദി, എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നിന്റെ മുത്തശ്ശി പാർവനോട് ചെയ്തൊരു ദ്രോഹത്തെക്കുറിച്ച്. ആദിയുടെ കണ്ണുകൾ കൂർത്തു. എന്തായാലും പറയും. അലൻ വളരെ വിശദമായി തന്നെ പാർവണയെ തട്ടിക്കൊണ്ടു പോകാനും തൻ്റെ ബന്ധത്തിലുള്ള ശരത്ത് എന്ന ഡ്രഗ് അഡിക്റ്റിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാനും ഇന്ദിര പ്ലാൻ ചെയ്ത കഥ ആദിയോട് പറഞ്ഞു. ആദിയുടെ മുഖം മുറുകുന്നതും രൂക്ഷമാകുന്നതും കണ്ണുകൾ വീണ്ടും നിറയുന്നതുമൊക്കെ അലൻ വിഷമത്തോടെ നോക്കി നിന്നു. എൻ്റെ അമ്മയുടെ അമ്മ എന്ന രീതിയിലാണ് അല്ലു ഞാൻ ഇത്രയും നാൾ അവരെ ബഹുമാനിച്ചത്. അല്ലാതെ അവർ ബഹുമാനം അർഹിക്കുന്നതെന്ന് തോന്നിയിട്ടില്ല. പൊന്നു അവരെക്കുറിച്ച് മോശം പറയുമ്പോൾ പോലും ഞാൻ അവളെ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ പാറുക്കുട്ടിയോട് അവർ എനിക്ക് വെറുപ്പ് തോന്നുന്നു അല്ലു. എനിക്ക് അവരോട് ഇതുവരെ ഇല്ലാത്ത വെറുപ്പ് തോന്നുന്നു. ഇത്രയും കാലം അവരെ ബഹുമാനിച്ച എന്നോട് പോലും എനിക്ക് വെറുപ്പ് തോന്നുന്നു. പാവം എൻ്റെ പാറുക്കുട്ടി. ഈ ഞാൻ കാരണം അവൾ എത്രയോ സഹിച്ചു. ഇനി എങ്ങനെയാണ് ഞാൻ അവളെ പഴയ പാറുക്കുട്ടിയാക്കി എടുക്കുന്നത്? അവളുടെ ചിരിയും സന്തോഷവും ഓമനത്തം നിറഞ്ഞ വർത്തമാനങ്ങളും എല്ലാം ഇനി എങ്ങനെയാണൊന്ന് വീണ്ടും കിട്ടുന്നത്? ആ പാവത്തോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എൻ്റെ മുത്തശ്ശി എന്ന് പറഞ്ഞ സ്ത്രീക്ക് എങ്ങനെ തോന്നി? ജീവിച്ചിരുന്ന കാലത്ത് എൻ്റെ മുത്തശ്ശിന് സ്വൈര്യം കൊടുത്തിട്ടില്ല അവർ. അവരും ആ അപ്സരയും ഒക്കെ ഒരുപോലെയാണ്. രോഷവും സങ്കടവും കൊണ്ട് ആദ്യം ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അലൻ വീണ്ടും അവനെ അടക്കി പിടിച്ചു. നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്ക് സമാധാനമായല്ലോ. എൻ്റെ ഭാര്യയുടെ വയറ്റിൽ ഞങ്ങളുടെ കുഞ്ഞുണ്ടായിരുന്നു. ആ പിഞ്ചു ജീവനെ ഇല്ലാതാക്കി എൻ്റെ പാറക്കുട്ടിയുടെ ചോര കുടിച്ചപ്പോൾ തൃപ്തിയായല്ലോ നിങ്ങൾക്ക് അച്ഛനും മകൾക്കും. ആദി നിരഞ്ജനോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പാർവണ ഗർഭിണിയായിരുന്നു എന്നും അപ്സര കാരണം ആ കുഞ്ഞു പോയെന്ന് പറഞ്ഞ് ആഘാതത്തിലായിരുന്നു നിരഞ്ജൻ.
ആദിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അയാൾക്ക് മരിച്ചു കളയാൻ തോന്നി. മോനെ എനിക്ക് അയാളുടെ തൊണ്ടയിൽ ഒരു ഗദ്ഗതം വന്ന് തങ്ങി. ഈശ്വര, തൻ്റെ മകളുടെ കുഞ്ഞ്, തൻ്റെ പേരക്കുട്ടി, അതിനെ താൻ ഇല്ലാതാക്കിയല്ലോ. നിങ്ങളുടെ മകൾ എൻ്റെ പാറക്കുട്ടിയുടെ അടുത്ത് പോയത് നിങ്ങൾ അറിയാതെയാണെന്ന് മാത്രം പറയരുത്. നിങ്ങളാണ് അവളെ അങ്ങോട്ട് അയച്ചതെന്ന് എനിക്ക് നന്നായി അറിയാം. ആദി രോഷത്തോടെ നിരഞ്ജന നേരെ കൈ ചൂണ്ടി. അയാളുടെ മുഖം കുനിഞ്ഞുപോയി. കണ്ണിൽ നിന്ന് കുടുകുടാ വെള്ളം വന്നു. നിങ്ങളെ കൊന്നു കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ അവൾ വിവരം അറിഞ്ഞേനെ. പക്ഷെ അവിടെയും വിധി എനിക്കൊരു അവസരം തന്നില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ സ്വന്തം മകളെ വളർത്തിയെടുത്തതിന് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി മിസ്റ്റർ നിരഞ്ജൻ. നിങ്ങളെപ്പോലെ ഒരു അച്ഛൻ ഒരു പെൺകുട്ടിക്കും ഉണ്ടാകരുത്. അതേപോലെ നിങ്ങൾക്കുള്ളതുപോലെ ഒരു മകൾ വേറെ ആർക്കും ഉണ്ടാകരുത്. അത്രയ്ക്ക് ശപിക്കപ്പെട്ട ജന്മങ്ങളാണ് രണ്ടും. ആദ്യം തൻ്റെ രോഷം അത്രയും നിരഞ്ജന് നേരെ കുടഞ്ഞിട്ടു. നിരഞ്ജന്റെ അവസ്ഥയെക്കുറിച്ചൊത്ത് നന്നായി തന്നെ ബോധ്യമുണ്ടായിട്ടും എന്തുകൊണ്ടോ അലൻ അവനെ തടയണമെന്ന് തോന്നിയില്ല. ഇതെല്ലാം കേട്ട് നിന്ന വൈകലക്ഷ്മി കണ്ണീർ ഒഴുക്കുകയായിരുന്നു. അവരുടെ ഏങ്ങല് കേട്ട് അവൻ കണ്ണുകൾ അടച്ച് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവരുടെ അവസ്ഥ എന്താണെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവർ ഇതിൽ നിരപരാധിയാണെന്നും. അവനൊന്നും മിണ്ടാതെ ഒരു കൊടുങ്കാറ്റ് കണക്കെ പുറത്തേക്ക് പോയി. വീട്ടിലെത്തി മുറി അടച്ചിട്ട് ആദ്യം ഒരേ കിടപ്പായിരുന്നു. കുറേ നേരം കഴിഞ്ഞ് ഇന്ദിര വന്ന് അവൻ്റെ വാതിൽ മുട്ടി വിളിച്ചു. ഷിക കോളേജിൽ പോയിരുന്നു. വാതിലിൽ ഇടിക്കുന്ന ശബ്ദം കേട്ടെങ്കിലും ആദ്യം പ്രതികരിച്ചില്ല. പക്ഷെ വീണ്ടും വീണ്ടും മുട്ടുകൂടിയപ്പോൾ അവൻ അസഹ്യതയോടെ എഴുന്നേറ്റ് ഡോർ തുറന്നു. ഇന്ദിരയെ കണ്ടതും അവൻ മുഖം തിരിച്ചു വീണ്ടും വന്ന് ബെഡിലേക്ക് കയറി കിടന്നു. അവൻ്റെ ആ പ്രതികരണം കണ്ട് ഇന്ദിരയുടെ നെറ്റി ചുളിഞ്ഞു. സാധാരണ ഷികയാണ് ഇങ്ങനെയൊക്കെ കാണിക്കാറ്. ആദ്യം താൻ ഏതു നേരം കുറ്റമാണ് പറയാറ്. എങ്കിലും അവൻ ഇതുവരെ തന്നോട് ദുർമുഖമൊന്നും കാണിച്ചിട്ടില്ല. ഇന്നീ ചെറുക്കൻ എന്ത് പറ്റിയാവോ? ഇന്ദിര സംശയത്തോടെ അവനെ നോക്കി. ബെഡിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്ന ആദിയുടെ അടുത്തിരുന്നു ഇന്ദിര. പിന്നെ സ്നേഹം ഭാവിച്ച് അവൻ്റെ ശിരസിൽ കൈവച്ചു. ആദി പെട്ടെന്ന് തന്നെ അവരുടെ കൈ തട്ടി മാറ്റി എഴുന്നേറ്റിരുന്നു. നീ എന്താ കണ്ണ ഇങ്ങനെ വന്ന് കിടക്കുന്നത്? ഓഫീസിൽ പോകണ്ടേ നിനക്ക്? മാത്രമല്ല നീയൊന്നും കഴിച്ചിട്ടുമില്ലല്ലോ. ഒന്ന് പകച്ചെങ്കിലും ഇന്ദിര അത് കാര്യമാക്കാതെ ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല. സാധാരണ ആദ്യോടൊത്തുള്ള ഇത്തരം കുശലാന്വേഷങ്ങളൊക്കെ ഇന്ദിരയ്ക്ക് വളരെ കുറവായിരുന്നു. അവൻ കഴിച്ചോ കുടിച്ചോ എന്നൊന്നും അവർ അന്വേഷിക്കാറുണ്ടായിരുന്നില്ല. സത്യത്തിൽ അവരുടെ സ്വഭാവത്തിനും കുരിശുകൾക്കുമൊക്കെ കൂട്ടുപിടിക്കാത്തവരോടെല്ലാം അവർക്ക് താല്പര്യക്കുറവായിരുന്നു. അതിപ്പോൾ ഭർത്താവായാലും കൊച്ചുമകനായാലും തന്നെ എതിർക്കുന്നവരെ ശത്രുവായി കാണുന്നതാണ് ഇന്ദിരയുടെ നേച്ചർ. എന്താ മോനെ, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? ഇന്ദിര മനഃപൂർവ്വം സ്വരം മൃദുവാക്കി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആദി കടുത്ത സ്വരത്തിൽ ചോദിച്ചു. അവൻ്റെ നിങ്ങൾ എന്നുള്ള വിളി കേട്ടപ്പോൾ ഇന്ദിര ഒന്ന് പകച്ചു. പിന്നെ അവർ വിളിക്കെ ചിരിച്ചു. നിനക്ക് എന്നോട് ദേഷ്യമായിരിക്കുമെന്നറിയാം കണ്ണ. പാർവണ നിന്റെ ലൈഫിൽ നിന്ന് പോയതിനുള്ള ദേഷ്യമാണ് ഇതെന്നും അറിയാം. പക്ഷെ മോനെ, നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ലാട്ടോ. നിന്റെ സന്തോഷമാണ് ഈ മുത്തശ്ശിക്ക് എന്നും വലുത്. നിന്നെ വിഷമിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. അപ്സരയേക്കാൾ നിനക്കിഷ്ടം പാർവണയാണെന്ന് ഈ മുത്തശ്ശിക്ക് മനസ്സിലായി. അതുകൊണ്ട് മോൻ്റെ കാര്യം ചെയ്തോളൂ. നാളെ തന്നെ അവളെ കൂട്ടിക്കൊണ്ട് വന്നോളൂ. അവൾക്കും ഒരു ജീവിതം വേണ്ടേ മോനെ? ഈ മുത്തശ്ശിക്ക് നിന്റെ ലൈഫിനെ കുറിച്ച് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എനിക്ക് എല്ലാത്തിനും വലുത് നിന്റെ സന്തോഷമാണ് കണ്ണ. ഇനി പാർവണ ഇവിടെ വന്നാലും മുത്തശ്ശി ഒന്നും പറയില്ല കേട്ടോ. ആദി കത്തുന്ന കണ്ടുള്ള അവരെ നോക്കി. പാർവണ എങ്ങനെ വരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിരഞ്ജൻ അടിയുടെ സ്വത്തുക്കളുടെ ഡോക്യുമെന്റ്സുമായിട്ടാണ് വരേണ്ടത്. ഇന്ദിരയ്ക്ക് സത്യം പറഞ്ഞാൽ ചോദ്യം മനസ്സിലായില്ല. അവരുടെ കണ്ണുകൾ തിളങ്ങി. ഓ, അതിനിപ്പോൾ അവൾ ഡോക്യുമെന്റ്സ് ആയിട്ട് വരണമെന്നൊന്നുമില്ല. പാർവണയല്ലേ നിരഞ്ജന്റെ ആദ്യത്തെ മകൾ. അപ്പോൾ ആ സ്വത്തുക്കളെല്ലാം അവൾക്ക് അവകാശപ്പെട്ടത് തന്നെയല്ലേ? അതിലെനിക്കിനി യാതൊരു സംശയമില്ല. നീ ധൈര്യമായിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോരെ. ആദ്യം പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. നാളമില്ലേ നിങ്ങൾക്കിത് പറയാൻ? അവളെ ദ്രോഹിക്കാവുന്ന പരമാവധി ദ്രോഹിക്കാൻ ശ്രമിച്ചതും പോരാ, ഇപ്പോൾ നിങ്ങൾക്ക് അവളുടെ സ്വത്തുക്കൾ വേണമല്ലേ? അവൾ താഴ്ന്ന ജാതിയാണെന്നും ദരിദ്രവാസിയാണെന്നും ഒക്കെ പറഞ്ഞ് ഭയങ്കര പരിഹാസമായിരുന്നല്ലോ. ഇപ്പോൾ നിരഞ്ജനാടികയുടെ മകളാണ് അവൾ എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളുടെ മട്ടും ഭാവമൊക്കെ മാറി. നിങ്ങൾ അവളോട് ചെയ്ത ദ്രോഹമൊന്നും എനിക്കറിയില്ലെന്ന് വിചാരിക്കരുത്. ഇന്ദിരയുടെ മുഖം വിളറി രക്തശൂന്യമായി പോയി. ഞാനെന്ത് ദ്രോഹം ചെയ്തെന്ന് ആദ്യം നീ പറയുന്നത്? എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങൾ മറ്റൊരു വിവാഹം ആലോചിച്ചു. അവളെ തട്ടിക്കൊണ്ടുപോകാനായി പ്ലാൻ ചെയ്തു. നിങ്ങളുടെ ബന്ധുവായ ശരത്തിന് ആ ഭ്രാന്തന് കൊടുക്കാൻ നിങ്ങൾക്ക് എൻ്റെ പാറക്കുട്ടിയെ വേണമല്ലേ? എൻ്റെ അമ്മയുടെ അമ്മയായത് കൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്താതെ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഇത് പാർവണ ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞാൽ, അവൾക്ക് ഇതിൽ പരാതി ഉണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞാൽ, നിങ്ങൾ പിന്നീട് ജയിലിലായിരിക്കും. ആദ്യം മോനെ ഇന്ദിര ഞെട്ടിപ്പകച്ചു പോയി. നിങ്ങളൊന്ന് എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ? എൻ്റെ ജീവിതം എങ്ങനെ തകർന്നാലും നിങ്ങൾക്ക് സ്വത്തും പണവും മതിയല്ലോ. ആ പാവം പെൺകുട്ടിയെ നിങ്ങൾ ഏതെല്ലാം വിധത്തിൽ ദ്രോഹിച്ചു. ഇത്രയും നാൾ ഞാൻ നിങ്ങൾ ചെയ്തതെല്ലാം സഹിക്കുകയായിരുന്നു. പക്ഷേ ഇനി വയ്യ. അയ്യോ മോനെ, ഞാൻ നിന്നെ തന്മയെ കരുതിയ ഇതെല്ലാം. അല്ലാതെ പാർവണമോളോട് എനിക്കൊരു ദേഷ്യവുമില്ല. നിങ്ങളുടെ യാതൊരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നിരിക്കും. പക്ഷേ നിരഞ്ജനാടിയുടെ സ്വത്തുക്കൾ സ്വന്തമാക്കുകയെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ആദി, മുത്തശ്ശി പറയുന്നു മോനൊന്ന് ഗെറ്റ് ഔട്ട്. ആദി ഒരൊറ്റ അലർച്ചയായിരുന്നു. ഇന്ദിര പേടിച്ചു തുള്ളിക്കൊണ്ട് മുറുക്കി പുറത്ത് കടന്നും അവൻ വാതിൽ വലിച്ചടച്ചു. ആദിയുടെ രൂക്ഷമായ ഭാവം ആദ്യമായി കാണുന്നതിലാവാം ഇന്ദിരയാകെ പേടിച്ചു പോയിരുന്നു. അവർ തന്നോട് ശിഖ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. അവൾ മുന്നറിയിപ്പ് തന്നതുപോലെ പാർവണയുടെ പേരിൽ ആ നിരഞ്ജൻ എങ്ങാനും പ്രതികാരത്തിന് തുനിഞ്ഞാൽ
ഈ ആദ്യ കയ്യും കെട്ടി നോക്കി നിൽക്കുകയുള്ളൂ. ഛേ, ആ പാറവണ അന്ന് ഇവിടുന്ന് പോയപ്പോൾ അങ്ങ് പോട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നു. അവളുടെ പിന്നാലെ പോയി ഉപദ്രവിക്കണ്ടായിരുന്നു. ആദ്യം പറഞ്ഞതുപോലെ അവളെങ്ങാനും പരാതി കൊടുത്താൽ അവൻ അവളെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഈശ്വര, ഞാൻ ഇനി എന്ത് ചെയ്യും? വയസ്സാം കാലത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കാൻ എനിക്ക് വയ്യ. പിന്നെ ഇതുവരെ കാത്തു സൂക്ഷിച്ച അന്തസ്സും പ്രൗഢിയുമെല്ലാം കാറ്റിൽ പറക്കും. ഇന്ദിര അകംപുറം ഭീതിയാൽ ഇരിഞ്ഞു.